കടലിന് അതിൻ്റെ ചില നീതികളുണ്ട്. ആർത്തുലച്ചു വരുന്ന തിരമാലകൾ കരയോട് മാത്രം പറയുന്ന ചില രഹസ്യങ്ങൾ. ഉപ്പിൻ്റെയും വിയർപ്പിൻ്റെയും ചോരയുടെയും മണമുള്ള ആ രഹസ്യങ്ങളുടെ പച്ചയായ നേർക്കാഴ്ച അതാണ് ഒടുവിൽ OTT റിലീസായിട്ടുള്ള പൊങ്കാല എന്ന സിനിമ. ഈ സിനിമയുടെ പേര് കേട്ടപ്പോൾ പൊങ്കാല ഇടേണ്ടി വരുമോ എന്നൊരു സംശയത്തോടുകൂടിയും മുൻവിധിയോടും കൂടിയാണ് ഞാൻ ഈ സിനിമ കണ്ടത്. എന്നാൽ ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിൽ തോന്നിയത് ഒരേ ഒരു കാര്യം മാത്രമാണ്. ഇത് തിയേറ്ററിൽ കാണാത്തത് വലിയൊരു നഷ്ടമായിട്ടാണ് എനിക്ക് തോന്നിയത്. മലയാളത്തിൽ ഇതേവരെ നമ്മൾ കണ്ടിട്ടുള്ള പ്രതികാര കഥകളിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വിചിത്രമായ പ്രതികാരത്തിൻ്റെ കഥയാണ് AB ബിനിൽ സംവിധാനം ചെയ്ത ഈ ചിത്രം പറയുന്നത്. കൊച്ചി വൈപ്പിൻ ഹാർബറിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ സിനിമയുടെ കഥ വികസിക്കുന്നത്. 2000ങ്ങളുടെ തുടക്കത്തിൽ നടന്ന ചില യഥാർത്ഥ സംഭവങ്ങളിൽ നിന്നാണ് ഈ സിനിമ ഉരുത്തിരിയുന്നത്. വെറുമൊരു കൊലയും കൊലവിളിയും മാത്രമല്ല, അതിശക്തമായ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലവും ഹാർബറിലെ അധികാര വടംവലികളും ഈ സിനിമയ്ക്കകത്തുണ്ട്. കണ്ടുമടുത്ത ക്ലീശകളെ ഒക്കെ അരികിലേക്ക് മാറ്റി നിർത്തി ഓരോ നിമിഷവും നമ്മുടെ നെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒരു വൈകാരികതയുടെ ഒരു ഘോഷയാത്രയായിട്ടാണ് പൊങ്കാല മുന്നോട്ട് പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ വന്നാൽ ആദ്യം പറയേണ്ടത് ബാബുരാജിനെ കുറിച്ച് മാത്രമാണ്. വൈപ്പിൻ ഹാർബറിലെ സർവാധീപനായിട്ടുള്ള തരകൻ സാബു എന്ന കഥാപാത്രമായി ബാബുരാജിൻ്റെ പ്രകടനം കിട്ടില്ല. വില്ലത്തരവും സ്വാഭാവികതയും ഒരേപോലെ കൊണ്ടുപോകുവാൻ വേണ്ടി അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ തരകൻ സാബുവിൻ്റെ വിശ്വസ്തരും അനുജന്മാരെ പോലെയുള്ളവരുമാണ് അബിയും കൂട്ടരും. എന്നാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവർ രണ്ട് ചേരികളായി തിരികുകയാണ്. തുടർന്നുള്ള സംഭവ വികാസങ്ങളാണ് ചിത്രത്തിൻ്റെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത്. ഇനി പറയേണ്ടത് അബി എന്ന് പറയുന്ന കേന്ദ്ര കഥാപാത്രമായ ശ്രീനാഥ് ഭാസിയെക്കുറിച്ചാണ്. സത്യം പറഞ്ഞാൽ പുള്ളിയുണ്ടല്ലോ അമ്പരപ്പിച്ചു കളഞ്ഞു കേട്ടോ. ബാല്യകാലത്തെ ഓർമ്മകളും മൗനവും വേദനകളും ഉള്ളിലൊതുക്കി വികാരങ്ങൾ പുറത്ത് കാണിക്കാനാകാതെ അലയുന്ന ഒരു ഹാർബർ തൊഴിലാളിയായി താരം ജീവിക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം. വലിയ ഡയലോഗുകളൊന്നുമില്ല. മൗനത്തിലൂടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭിനയ ശൈലി അങ്ങേയറ്റം മികച്ചതായിരുന്നു. കൂടെ നിന്നവർ തന്നെ ചതിക്കുന്നുവെന്ന് അബി തിരിച്ചറിയുന്ന നിമിഷങ്ങളൊക്കെ വൈകാരികമായി നമ്മുടെ നെഞ്ചിലേക്ക് എത്തിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. വഞ്ചിക്കപ്പെട്ടവൻ്റെ നിസ്സാംഗതയിൽ നിന്നും സകലതും തകർന്ന ഒരുവനായി അവൻ മാറുമ്പോൾ നമ്മളും ആ വൈപ്പിൻ തീരത്തെ ഉപ്പുകലിൽ അലിഞ്ഞു പോകുന്ന ഒരു ഫീൽ കിട്ടുകയാണ്. എങ്കിൽ പോലും ഈ സിനിമയിൽ എനിക്ക് വ്യക്തിപരമായി തോന്നിയ ഒരു ചെറിയ നെഗറ്റീവ് ഇവിടെ പറയാതെ പോകുന്നത് ശരിയല്ല. പണ്ട് നമ്മൾ നടൻ ആസിഫ് അലിയുടെ ചില സിനിമകളിൽ കണ്ടിട്ടുള്ളത് പോലെ, അതായത് അഭിനയം ഗംഭീരമായിരിക്കുമെങ്കിലും ചില വില്ലൻ വേഷങ്ങളിലൊക്കെ നെഗറ്റീവ് ഷെയ്ഡ് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശരീരഭാഷ പൂർണ്ണമായും യോജിക്കാതെ വരുന്നത് പോലെ ഒരു ഫീല് ഉണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെ ശ്രീനാഥ് ഭാസിയുടെ കാര്യത്തിലും എനിക്ക് തോന്നിയത്. ക്യാരക്ടറിൻ്റെ ഒരു വന്യത, ക്രൂരത പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയ്ക്ക് ചിലയിടങ്ങളിൽ ഒരു ഇമ്പാക്റ്റ് ഇല്ല എന്നതാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് താങ്ങാൻ പറ്റുന്നില്ല. അഭിനയത്തിൽ ഒരു കുറവുമില്ല, പക്ഷേ കഥാപാത്രത്തിൻ്റെ നെഗറ്റീവ് സ്വഭാവത്തിന് അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ സാധനം യോജിക്കുന്നില്ല എന്നത് ഒരു നെഗറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ അഭിനയത്തോടൊപ്പം തന്നെ ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ കരുത്ത് അതിൻ്റെ ഗംഭീരമായിട്ടുള്ള പശ്ചാത്തല സംഗീതവും ഒട്ടും കൃത്രിമത്വം തോന്നാത്ത ആക്ഷൻ രംഗങ്ങളുമാണ്. കടലിൻ്റെ രൗദ്രതയും മനുഷ്യൻ്റെ ഉള്ളിലെ പകയും ഒരേ സമയം ഒപ്പിയെടുത്ത ജാക്സന്റെ ക്യാമറ കണ്ണുകളും അതിന് താളമായ റെജിൻ രാജിൻ്റെ സംഗീതവും സിനിമയുടെ ജീവനായിട്ട് തന്നെ തോന്നും. ഒരു തിയേറ്ററിൽ മികച്ച സൗണ്ട് സിസ്റ്റത്തിൽ ഇത് ആസ്വദിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. ഓരോ നിമിഷവും തോന്നുന്നുണ്ട് അങ്ങനെ. ബാബുരാജും ശ്രീനാഥ് ഭാസിയും അവർക്ക് പുറമെ ടെല്ലസ് അലൻസിയർ, സുധീർ കരമ്പര തുടങ്ങിയവർ നാടകീയതകളില്ലാതെ അവരുടെ വേഷങ്ങൾ ഗംഭീരമാക്കിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ചുരുക്കി പറഞ്ഞാൽ ഒരിക്കലും പ്രവചിക്കാൻ കഴിയാത്ത മനുഷ്യൻ്റെ വിധിയെയും അതിനോട് കലഹിച്ച് തോൽക്കാൻ തയ്യാറല്ലാത്ത ഒരു മനുഷ്യൻ്റെ പോരാട്ടമാണ് പൊങ്കാല അടയാളപ്പെടുത്തുന്നത്. ശ്രീനാഥ് ഭാസിയിൽ നിന്നും വീണ്ടും ഒരു ഗംഭീരമായിട്ടുള്ള ചിത്രം. തിയേറ്ററിൽ മിസ്സായെങ്കിലും OTTയിൽ ഈ ചിത്രം ആരും മിസ് ചെയ്യരുത്. കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാണാത്തവർ ആമസോൺ പ്രൈമിൽ കാണുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക്